ഇത് ജൈവ കീടനാശിനിയാണ്. ഇതിൽ ചേർന്നിരിക്കുന്ന ഘടകങ്ങൾ നീറ്റുകക്ക 200 ഗ്രാം, കാഞ്ഞിരത്തിൻ്റെ പച്ചത്തൊലി 50 ഗ്രാം, ചെന്നി നായകം 50 ഗ്രാം, പച്ചക്കർപ്പൂരം 25 ഗ്രാം, പാൽക്കായം 50 ഗ്രാം, വെളുത്തുള്ളി 50 ഗ്രാം, ചെറുനാരങ്ങ നല്ല ഒരെണ്ണം, കാന്താരിമുളക് 50 ഗ്രാം, ഗോമൂത്രം 1 ലിറ്റർ, വേപ്പെണ്ണ 50 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: നീറ്റുകക്ക 3-4 ലിറ്റർ വെള്ളത്തിൽ കലക്കി 5-6 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം വെള്ളം എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിക്കുക. ഗോമൂത്രവും അതിൻ്റെ കൂടെ ഒഴിക്കുക. എന്നിട്ട് ചെന്നി നായകം ഇതിലിട്ട് ഭംഗിയായിട്ട് ഇളക്കുക. ഇത് ഭംഗിയായിട്ട് ദിവസം 2 പ്രാവശ്യം വീതം ഇളക്കി 2 ദിവസം വെച്ചിരുന്ന് ഇത് ഇളക്കണം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കർപ്പൂരം പൊടിച്ചതിനകത്തിട്ട് ഇളക്കണം. എന്നിട്ട് ഈ കാഞ്ഞിരത്തിൻ്റെ തൊലി ഭംഗിയായിട്ട് ചതച്ച് ചതച്ചിട്ട് ഈ ലായനി 2 ദിവസം ഇതുപോലെ ദിവസം 2 നേരം ഇളക്കി സൂക്ഷിച്ച് വെച്ചേക്കണം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ പറഞ്ഞിരുന്ന നാരങ്ങ, കാന്താരിമുളക്, വെളുത്തുള്ളി എന്നിവ അരച്ച് ഈ ലായനിയിലൊഴിച്ച് ഭംഗിയായിട്ട് ഇളക്കിയതിന് ശേഷം വേപ്പെണ്ണ 50 മില്ലി ഒഴിച്ച് ഭംഗിയായിട്ട് ഇളക്കിയതിന് ശേഷം അരിപ്പ വെച്ച് അരിച്ചെടുത്ത് ഈ 1 ലിറ്റർ ലായനിയുടെ കൂടെ 3 ലിറ്റർ ജലവും കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടിയുടെ ഇലയിലും തണ്ടിലും കായ്കളിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ പച്ചക്കറിക്ക് സാധാരണ ആക്രമിക്കുന്ന കായ്ച്ച, വെള്ളീച്ച, ചാഴി, മുഞ്ഞ, ചെറു പുഴുക്കൾ എന്നിവയ്ക്കെതിരെ ഇത് വളരെ ഫലപ്രദമായി പ്രയോഗിക്കാൻ സാധിക്കും.